ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഒരാൾക്കുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും 1 or 2 സിംറ്റംസ് ഉണ്ട്. അതുകൊണ്ട് മാത്രം നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്ത് പറയാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. ഒരിക്കലുമില്ല. ഈ സിംറ്റംസ് എല്ലാം നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഒരു ബേബിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, വന്ധ്യതയ്ക്ക് വേണ്ടിയിട്ട് കുറേ നാൾ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ, ആ ഒരു പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെ നമ്മുടെ ബോഡി ഒരു സിംറ്റംസ് മിമിക് ചെയ്തേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഈ ഒരു സിംറ്റംസ് എല്ലാം ഉണ്ടായേക്കാം. അല്ലെങ്കിൽ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, പീരിയഡ്സിന് മുന്നേ ബോഡി ഇതുപോലെ ചേഞ്ചസ് കാണിച്ചേക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോവുക, ക്ഷീണം, കുളിര്, ഇതൊക്കെ ഈവൻ മൂത്രപ്പഴുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാലുണ്ടാകും, വജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടായാലൊക്കെ ഈ പറഞ്ഞ പോലത്തെ സിംറ്റംസ് കാണിച്ചേക്കാം. അതുകൊണ്ട് സിംറ്റംസിനെ നമുക്ക് 100% വിശ്വസിക്കാനായിട്ട് പറ്റത്തേ ഇല്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഒരു സിംറ്റം ഇല്ലാതെയും ഒരു സ്ത്രീക്ക് പ്രഗ്നൻ്റ് ആവാം. ഇപ്പോൾ പ്രഗ്നൻസിയൊക്കെ ഹൈഡ് ചെയ്യേണ്ടേ, അതായത് അവിധ ഗർഭങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് പ്രഗ്നൻസി ഹൈഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അവരുടെ കരിയർ പോലുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവാം. അത്തരം ആളുകൾക്കൊന്നും യാതൊരു സിംറ്റംസ് ഉണ്ടാവാറില്ല. മോർണിംഗ് സിക്നസ് മുതൽ വോമിറ്റിംഗ് മുതൽ യാതൊരു സിംറ്റംസും ഇത്തരം ആളുകൾ പ്രസൻറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഒരു സിംറ്റം പോലും ഇല്ലാതെയും ഒരു സ്ത്രീക്ക് ഗർഭിണിയാവും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ സിംറ്റംസോടുകൂടിയും ഗർഭിണിയാകാം, 1 or 2 സിംറ്റംസോടുകൂടി ഗർഭിണിയാവാം. ഇനി ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടായാലും ഗർഭിണി ആകാതെയും ഇരിക്കാം.